ഇത് പാനിപൂരി, തെറ്റിപ്പോയല്ലോ, കോലാപ്പൂരി. ഇത് കാലാപ്പാനി. ബ്രിട്ടീഷ് ഭരണാധികാരി കളക്ടർ സാഹിബിനെ ട്രെയിനിൽ ബോംബ് വെച്ചു കൊല്ലാൻ ശ്രമിച്ച ഗോവർദ്ധനെ തെളിവെടുപ്പിനായി അതേ പഴയ സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ്. ദൈവത്തെ ഓർത്ത് ലോജിക്ക് മാത്രം നോക്കരുത്. കാലാപ്പാനി. ഞാൻ ഗോമൂത്രൻ, ആദ്യം തന്നെ കയ്യിൽ പോയല്ലോ. ഞാൻ ഗോവർദ്ധൻ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സംസാരിച്ചതിന് 8ന്റെ പണി കിട്ടിയ ഗായത്രിയുടെ സ്വന്തം ഗോവർദ്ധൻ. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ പ്രാന്ത കാണിക്കുന്നതെന്ന്. സംഭവം ഈ സിനിമയ്ക്കകത്ത് താബുവിനെ തലക്ക് പിടിച്ചിരിക്കുന്ന സീനുണ്ട്. താബു ഇല്ലാത്തോണ്ട് ഞാൻ താബൂക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താ. സോപ്പിട്ട് കഴിയാലൊന്നും ഇത് പോകത്തില്ല. മിർസാക്കാൻ കപ്പയോ കൊള്ളോ കല്ലോ എന്നാന്ന് വെച്ചാൽ കൊടുക്കുക. എല്ലാരും അടിച്ചേറി വാ. താനെന്ത് വെളിവേറാണോ പറയുന്നത്? പിന്നെ റിയാസ് ഖാൻ വരുമ്പോ അതല്ലേ ഉള്ളത്. മിർസാഖാൻ, ബ്രിട്ടീഷ് പോലീസ് മാധവി. ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ടോ? മാധവി എന്ന് പറഞ്ഞു. ആ പോലീസുകാരുടെ മേളിലുള്ള തൊപ്പിയോ? അല്ലല്ലേ, മാധവിമാരില്ല, പോലീസ് മാധവി. മേധാവി. ബ്രിട്ടീഷ് പോലീസ് മേധാവി. അരേ ചൗപ്പറം. ചൗപ്പറമ്പോ? നിന്റെ പേരിനെത്ര? ഗോവർദ്ധൻ. അരേ ഗോവർദ്ധൻ, നീ എന്തിനാണ് ഞങ്ങളുടെ ബ്രിട്ടീഷ് മേധാവി വരുന്ന ട്രെയിനിൽ ബോംബ് വെക്കാൻ ശ്രമിച്ചത്? ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് നിങ്ങൾ പാതി വഴിക്ക് തകർത്ത് കളഞ്ഞത്. അതിനാ ട്രെയിനിൽ കിടന്നുറങ്ങി നിന്നെ ഒരു കുത്തിപ്പൊക്കിയോ? അതല്ലെന്ന്. പിന്നെ സമാധാനത്തിന്റെ പ്രതീകമായ വെള്ളത്തുണി പൊക്കി കാണിച്ച പടനായകൻ എന്റെ അപ്പൂപ്പനെ നിങ്ങൾ പീരങ്കി വെച്ച് വെടിവെച്ച് കൊന്നില്ലേ? എങ്ങനെ ചെയ്യാതിരിക്കുമെന്ന് പറ. ബ്രിട്ടീഷ് രാജ്യം പെണ്ണുങ്ങളും വന്നിരിക്കുന്നവർക്ക് കള്ളും മൂത്തിട്ട് തുണി കൊണ്ടൊരു കാണിച്ച ആ പുള്ളിയെ പിന്നെ ഞങ്ങൾ പിടിച്ച് ഫ്രഞ്ച് കേസ് അടിക്കണോളാവേ. നിങ്ങളൊരു ഇന്ത്യൻ അല്ലേ? എന്നാന്ന് വെച്ചാൽ കാണിക്കും. ആദ്യം നീ പറഞ്ഞു റിയാസ് ഖാനാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു മിർസാഖാനാന്ന് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു ഞാൻ ഇന്ത്യ. ഞാൻ ആരാ? കമലഹാസനാണോ? ആരാ? മിർസാഖാൻ. മിർസാഖാൻ. അത് പറ. ഞാൻ മിർസാഖാൻ എങ്കിൽ മിർസാഖാൻ. നിങ്ങളുടെ അറിവോട് കൂടിയല്ലേ ഇവിടുത്തെ സുഗന്ധദ്രവ്യങ്ങളായ ചക്കക്കുരു, കടല, പരിപ്പ്, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോയത്? ഇതൊക്കെ നിനക്ക് സുഗന്ധദ്രവ്യങ്ങളായിരിക്കും. സ്ഫോടന വസ്തുക്കൾ ട്രെയിനാ വെച്ചെന്ന് പറഞ്ഞോണ്ട് ഞങ്ങളുടെ സാഹിബിനെ 3 മാസം ജയിലിൽ പിടിച്ചിട്ട് അറിയോ നിനക്ക്? അല്ല പിന്നെ അരേ അരേ ഗന്ധർവൻ. ഗന്ധർവനോ? അരേ ദുർഗന്ധം. നിന്റെ പേര് പറ. ഗോവർദ്ധൻ. അരേ ഗോവർദ്ധൻ. കമാൻ. ഡ്രാക്കുള ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ അമരേഷ് പുരി. അമരേഷ് പുരി ഒരു കാര്യം മനസ്സിലാക്കണം. പൈസ കൊടുത്താൽ കിട്ടാത്ത പലതുണ്ട് ഈ നാട്ടില്. എനിക്കറിയാം. എന്ത്? അംഗൻവാടി നീട്ടുന്ന അമൃതം പൊടിയല്ലേ? അല്ല ഞാൻ പറയാം. അരേ ഗോവർദ്ധൻ, എനിക്ക് നിങ്ങളോട് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിക്കേ. നിങ്ങൾ കുറെ ചെറുപ്പക്കാർ ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് നാം അറിഞ്ഞു. ഞാൻ എന്റെ ഇന്ത്യക്ക് വേണ്ടി ഞാൻ ചെയ്യും. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ കോർത്തിണക്കി എല്ലാ ദിവസവും വൈകുന്നേരം രാത്രിയില് പാലത്തിന്റെ അടിയിൽ ഞങ്ങൾ ഒത്തുകൂടും, ചർച്ച ചെയ്യും, ഞങ്ങൾ സ്കെച്ച് ചെയ്യും. നിങ്ങൾ സ്കെച്ച് ചെയ്തോ, ചർച്ച കുടിക്കോ, ഒത്തു കുടിക്കോ, ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. പോകാൻ നേരത്തെ കള്ളും കുപ്പി, സിഗരറ്റ് കൂട്, പെണ്ണുങ്ങളുടെ തുണിയില്ലാത്ത ചീട്ടൊക്കെ എടുത്തോണ്ട് പോകും. ഞങ്ങളുടെ ബ്രിട്ടീഷ് രാജ്യം വന്ന് വിളക്ക് വെക്കുന്ന കാവാ അത്, ദൈവത്തെ ഓർത്ത്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യ വിട്ടുപോകാൻ ബ്രിട്ടീഷുകാരോട് ഞങ്ങൾ ആജ്ഞാപിക്കും. കിറ്റ് ഇന്ത്യ, കിറ്റ് ഇന്ത്യ, കിറ്റ് ഇന്ത്യ, കിറ്റ് ഇന്ത്യ. നീ ആറ് സൈഡാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കറിയാൻ പറ്റും. രണ്ട് തന്തയുണ്ട്. പിന്നെ ഗോവർദ്ധൻ, കമോണ് ഇങ്ങോട്ടൊന്ന് വാ. ഗോവർദ്ധൻ, എനിക്ക് ജ്യൂസ് വേണ്ട, എനിക്ക് സോഡ നാരങ്ങളും മതി. നിനക്ക് ബി പി കയറി നിൽക്കുമോ? അല്ല ജ്യൂസ് മനസ്സിലായില്ല. അവിടെ ഒന്ന് ഈണി ഇരുന്നേച്ചെന്റെ ഷൂ ഒന്ന് തൊട്ട് നാക്ക്. പിന്നെ തൊട്ട് നാക്കാന്ന് പറഞ്ഞ അച്ചാറല്ലേ അത്? അയ്യോ, അച്ചാറെന്ന് പറഞ്ഞപ്പോഴേ ഇരിച്ചോ? എടാ അതല്ലടാ, നീ ഒന്ന് മുട്ട കുത്തി ഒന്ന് ഇരിക്കും, എന്നിട്ട് എന്റെ ഷൂ നക്ക്. നോ ഹാൻഡ്. പിന്നെ യുവർ ടങ്. ടങ് 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 ടക്കടണ്ട ടങ് 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 ടക്കടടിണ്ടി ടങ് ടങ്. നീ ശിവമണിയാണോ അതോ ഗോവർദ്ധനാണോ? ആരാ ഉറപ്പിച്ചത്? അല്ല ഞാൻ ഇയാള് താളം പിടിച്ചപ്പോ ഞാനോർത്ത് അങ്ങനെ വന്നു പോയത്. നീ നിന്നെ നാക്കുകൊണ്ട് എന്റെ ഷൂക്ക് നക്ക്. പിന്നെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മൂക്ക് കൊണ്ടാണ് നക്കുന്നത്. ഇവൻ സമ്മതിക്കില്ലല്ലോ. പിന്നെ ഞാൻ നിക്കണേ.
നിനക്കെന്താ ഭ്രാന്താണ്? സൂത നീ മൈക്കൽ ജാക്സൺ, നീ ആ ഷൂത എനിക്ക് നക്കിട്ട് പോകണം. അരേ ഗോപർദ്ധൻ ചൂന്നക്ക അല്ല വേണ്ട ഇത് നോക്കിക്കോ. അല്ല ഇത് മതി, എനിക്ക് അതാ ഇഷ്ടപ്പെട്ട്. എനിക്കത് വേണം. അതല്ല എനിക്കെത്താ പാപ്പോ എനിക്ക് തന്നാ മതി. പെരുവരലില്ലെന്ന്. പെരുവല്ല ആരെടുത്തോണ്ട് പോയി? അത് ഞങ്ങളുടെ ബ്രിട്ടീഷ് മേധാവിയുടെ ഗ്രറിയെ കൊണ്ട് നക്കിച്ച് അത് പെരുവരല് കടിച്ച് കടിച്ച്. ആ വിശന്ന് കിടക്കുന്ന പട്ടിയുടെ പാലോട്ട് കാല് കൊണ്ട് കൊടുക്കും. പിന്നെ എന്റെ ചിക്കൻ ഫ്രൈ എടുത്തോണ്ട് പോയ പട്ടിയെ പിന്നെ ഞാൻ എന്നാ ചെയ്യേണ്ടത്? അരേ ഗോപർദ്ധൻ എന്തുവാ? അല്ല ഇങ്ങനെ കിടന്ന തന്നെ കാര്യം. പിന്നെ എന്ത് ചെയ്യാനാ? അരേ അരേ ഗോപർദ്ധൻ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറയണ അഭിപ്രായം പറ. ഇതിനൊക്കെ എന്തോ അഭിപ്രായം പറയാനാണ്. അതല്ലെന്ന്. പിന്നെ അങ്ങനല്ലെന്ന് ഞാൻ ഞാൻ ചോദിച്ചേ, മോള് സ്കൂളിൽ പോയില്ലായിരുന്നു? അതിനങ്ങനെ ചോദിച്ചാൽ കുഞ്ഞിന്റെ പാവാട ഇട്ടോണ്ട് വന്നു. ഇത് ഞങ്ങള് ബ്രിട്ടീഷുകാരുടെ നിക്കറാണ് ഞങ്ങളുടെ മെയിൻ ഇതായത്. ആണല്ലേ? നിക്കറെന്ന് പറഞ്ഞാൽ അങ്ങനെ ചുമ്മാ നിക്കറൊന്നും അല്ല. ഇത് ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് കൈമാറി വന്ന് നിക്കറാത്. ആ വലിപ്പം കണ്ടപ്പോ മനസ്സിലായി. നിക്കറിന്റെ വലിപ്പം പറയാൻ ഞാൻ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഈ നിക്കറിന് കൊണ്ട് ഒരുപാട് കഥകൾ പറയാൻ ഒരുത്തനെ കൊണ്ട് ഇവിടെ സൗകര്യമില്ല. ഇനി കഥയെ കൂടെ നിക്കർ പറയാൻ തുടങ്ങുവാണ്. അങ്ങനല്ല. പിന്നെ ഇത് സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛനെ പോലല്ല ശരിക്കും ഞാൻ. എനിക്കത് തോന്നി. അതാ രണ്ട് തന്തൊക്കെ ഉണ്ടായതാ. പിന്നെ ഞങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ രാജ്യസ്നേഹിയാ. ഞങ്ങളുടെ അമ്മ എന്റെ അച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ മൃഗീയമായി കൊല്ലാൻ ശ്രമിച്ചു. അറിയാമോ? അത് മോശമാ. ഒരു രാജ്യത്തെ സ്നേഹിച്ച കുറ്റത്തിന് സ്വന്തം ഭാര്യ വെട്ടുകത്തിയെടുത്ത് വെട്ടുക എന്ന് പറഞ്ഞാൽ അരേ ശവപ്പറമ്പ്. ഗോവർദ്ധൻ, ഓരോ വാക്കുകൾ കേട്ടിട്ട് ശ്രദ്ധിച്ചു വേണം അഭിപ്രായം പറയാൻ. രാജ്യസ്നേഹി നല്ല പറഞ്ഞത്. പിന്നെ രാജിച്ചേച്ചി വാട്ട് സ്നേഹത്തിലായിരുന്നു അച്ഛനെ വീട്ടുകാര് തല്ലി ഓടിച്ച കാര്യമാണ് ഞാനീ പറഞ്ഞത്. അങ്ങനെ അത് മനസ്സിലാക്കി നിങ്ങൾ. സാബ് വിളിക്കുന്നു. ആരാ സാബ് വിളിക്കുന്നു? അല്ല, പുള്ളി സിനിമയ്ക്ക് പോയല്ലോ. അത് സാബു, ഇത് സാബ്. ഒരു കാര്യം കഴുത്തിൽ നിന്ന് കെട്ടിപ്പിടിച്ച്, അല്ലെങ്കിൽ കറക്റ്റ് ശബ്ദമല്ലെന്നുണ്ടെങ്കിൽ പുള്ളി തെറ്റിദ്ധരിക്കും. ഓക്കെ. ഹലോ ഗോവർദ്ധൻ. ഹലോ പറഞ്ഞു. ഹലോ ഗോവർദ്ധൻ, രാമനെ വട്ട് ഞാനിവിടെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ടുണ്ട്. പിടിക്കണ എത്രയും പെട്ടെന്ന് ഞാൻ അവനെ തെളിവെടുപ്പ് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും. അവനെ കൊണ്ട് ഞാൻ നിനക്കിട്ടുള്ള പണി ഉറപ്പായിട്ടുണ്ട്. അടുത്ത ട്രെയിനിൽ മൗണ്ട് ബാറ്റൻ പ്രഭു വരുന്നുണ്ട്. അല്ല, അതിന്റെ ആവശ്യമില്ല. പുള്ളി വന്ന് ഷൂട്ടും ചെയ്ത് ഡബ് ചെയ്തിട്ട് പോയി. ഞാൻ കേട്ടത് ഔട്ട് നല്ലതാ. നീ ആരാരി പറഞ്ഞു സൗണ്ട് മാറ്റാൻ പ്രഭു വരുമെന്ന്? എടാ, സൗണ്ട് മാറ്റാൻ പ്രഭു വരുമെന്നല്ല പറഞ്ഞു. പിന്നെ മൗണ്ട് മാറ്റാൻ പ്രഭു വരുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്ത് കാര്യത്തിന്? നിന്നെ മറ്റേ ആൻഡമാൻ നിക്കോബാറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. വേണ്ട, അവിടെ വില കൂടുതലാ. നമുക്ക് കാന്താരി ബാറിലോട്ട് പോവാം. എനിക്ക് അവിടെ പോകാൻ പറ്റത്തില്ല. എന്താ? അവിടെ എന്നെ കണ്ടിട്ട് ബാർ ഡാൻസ് കളിപ്പിക്കും ഇങ്ങനെ. വേണ്ട, അതാണ് വലിയ പ്രശ്നം. അത് ഐ ആം എ ഡോക്ടർ. മോഹൻലാലാന്ന് പറഞ്ഞ് ചിരിക്കാതെ ഞാൻ ഇവിടെ നിൽക്കുക. ഐ ആം എ ഡോക്ടർ. ഡോക്ടർ, ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നു. മുഖത്തെന്താ ഒരു പാട്? ഇതല്ലേ കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് നമ്മുടെ പട്ടാളക്കാരുടെ ക്യാമ്പിൽ നിന്ന് കോട്ട കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നൊരു ഫുള്ള് മേടിച്ച് അരേ വെച്ച് സൈക്കിളെ കയറാൻ വന്നപ്പം എനിക്കൊരു തോന്നൽ, എങ്ങാനും ഞാൻ ഇതിന് മറിഞ്ഞു വീഴുവോ, മറിഞ്ഞു വീണാൽ ഈ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെ കുപ്പി താഴെ വീണ് പൊട്ടുപോകുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് ആ ഫുൾ അവിടെ ഇരുന്ന് അങ്ങ് അടിച്ച് എന്നിട്ട് സൈക്കിൾ എടുത്തോണ്ട് പോയി. എന്റെ തോന്നൽ മാറിയില്ല. വീട്ടിൽ ചെല്ലുന്നതിന് പുറം 3 ഓടയ്ക്കകത്ത് ഞാൻ വീണു. അങ്ങനെ പറ്റിയതാണ് ഈ പാട്ട്. ചിഞ്ചു വിളിക്കണം. ആരാ? ഹലോ ചിഞ്ചുമോൾ. ആരാ അത്? ഹായ് സത്യം. ഓക്കെ. അരേ നീ പുറത്തോ? അല്ല, നിന്റെ പേരായിരുന്നു? അതെ, എന്റെ ഭാര്യ ചിഞ്ചുവാണ് വിളിച്ചത്. അവൾ 2 മാസം ഗർഭിണിയാണെന്ന്. ഗർഭിണി. ഈ മുഖം വെച്ചോണ്ടോ? ഞങ്ങൾ 2 വർഷമായി കാത്തിരുന്നതാണ്. ഇന്ന് എന്റെ ചിഞ്ചുമോൾ ഗർഭിണിയാണത്രേ. ഗർഭിണി. അല്ല, അതിനകത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്നാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? അല്ലെ, തെളിവെടുപ്പെന്ന് പറഞ്ഞൊരു 6-7 വർഷം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സാറിന് എന്റെ ഇടയ്ക്ക് ലീവ് കിട്ടിയില്ല, വീട്ടിൽ പോയില്ല. പിന്നെ ഇതെങ്ങനെ? അരേ ചിഞ്ചു,
അപ്പൊ നീ എന്നെ ചതിക്ക് വരുന്നില്ലേ? हमारे तुमसे मिलने की तमन्ना है. അയ്യോ കാലാപ്പാനി. ഇത്ര നേരം ശ്വാസം മുട്ടി കളിച്ചിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഇത് കാലാപ്പാനിയാന്ന്? അതല്ലട കാല, ചാകുന്നതിന് മുമ്പ് ഇത്തിരി പാനി തടാ തെണ്ടി. അനീഷ, ജിനു, ഒരു രക്ഷയില്ല അതോടെ. ചിരിച്ചിട്ടുണ്ടല്ലോ. ഈ സിനിമയൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കാന്നുള്ളത്. ആ ഗോവർദ്ധൻ എന്നുള്ള പേര് തന്നെ എത്ര പ്രാവശ്യം നിങ്ങൾ മാറ്റി മറിച്ച് വിളിച്ചു എന്നുള്ളത്, ഏതൊക്കെ രീതിയിൽ. ആ മീൻ വറുത്ത് വരെ ആദ്യത്തെ തന്നെ ലാലേട്ടന്റെ എൻട്രി ഇല്ലേ, അയ്യോ അവിടുന്ന് ചിരിച്ചു തുടങ്ങിയ ഇങ്ങനെ. ഇതെങ്ങനെയാണ് ഇത്രയും സാധനം ഉണ്ടാക്കി? പിന്നെ നിങ്ങൾ സീരിയസ് എഴുതാൻ പറ്റാണ്ടായിട്ടിരിക്കുക. ഇതേ ഉള്ളൂ കൗണ്ടർ എഴുതിക്കൊണ്ടിരിക്കുന്നേ ഒന്നിനൊന്ന്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് വേറെ ഒന്നും ഇതിനെടുത്ത് പറയാനില്ല. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും ഒക്കെ നിങ്ങളുടെ ഓരോ സ്ക്രിപ്റ്റിങ്ങിലും ആക്ടിങ്ങിലും കാണാനുണ്ട്. ഗംഭീരായി. തുടക്കം മുതൽ തന്നെ നിങ്ങളൊരു ഇതെടുത്തു, അതായത് ഇതിൽ ലോജിക്ക് നോക്കരുതെന്ന്. എന്നിട്ട് ആ ഇറങ്ങി വരവുള്ള കണ്ടുണ്ടല്ലോ, ഓരോ ഭാഗങ്ങളും നമുക്ക് ഓർത്തോർത്തിച്ചിരിക്കാൻ പറ്റുന്ന സംഭവമായിരുന്നു. സൂപ്പർബായിരുന്നു, അടിപൊളി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സീരിയസ് ആയ ഒരു സാധനത്തിനെ നർമ്മമായിട്ട് കാണുകയും നർമ്മമുള്ള ഒരു സാധനത്തിനെ സീരിയസ് ആയിട്ട് കാണുകയും ചെയ്താൽ ഏറ്റവും എളുപ്പമാണ് ഹ്യൂമർ ഉണ്ടാക്കാൻ. എത്രയും നമുക്ക് ഈ കണ്ണനുണ്ണിയാണെയൊക്കെ വന്ന് ഇത് കളിക്കുമ്പോ നമുക്ക് ചിരി വരുന്നത് നമ്മുടെ മനസ്സിൽ വേറൊരു വിഷ്വൽ ഉണ്ട്. നിങ്ങൾ അതിന്റെ ചാറെടുക്കുക, വേറൊരു സിനിമയും ക്യാരക്ടറും അതെല്ലാം കൂടി എടുത്ത് ചാറെടുത്തങ്ങ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്ത് വേണേ ചെയ്യാം, അത്ര ഗംഭീരമായിരുന്നു കേട്ടോ. സൂപ്പർ. എന്നാ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കിയാലോ? തിരിഞ്ഞു നോക്കൂ. ഇതേ ബമ്പർ പ്രൈസ് 50,000 രൂപ. മൂന്നാൾ ചിരിച്ചു. 50,000 രൂപ ബമ്പർ പ്രൈസ്. താങ്ക് യു. തീർന്നില്ല, നമ്മൾ പഴയത് വീണ്ടും തുടർന്നു. സാധനമുണ്ട്. പവിഴം കുക്ക് ഓഫ് നൽകുന്ന കറി പൗഡർ സമ്മാനം, സ്നേഹ സമ്മാനം. എടാ അത് കൊള്ളാലോടാ. എടാ ഐറ്റം ആണല്ലോടാ മോനെ. നോക്കടാ ഒരു ചാൺ വയറിന് വേണ്ടി ഒരു കുടുംബം നടത്തുന്ന സുഹൃത്തുക്കളെ നോക്കൂ. എടാ ഇത് ഇച്ചിരി ഇത് കഴിവ് തന്നെ കേട്ടോ. അല്ല സീരിയസ് ആയിട്ട് കാർത്തിക് അത്ര എളുപ്പമല്ലാന്നറിയാം. ഇങ്ങനെ കറക്കാൻ പറ്റില്ല. അവൻ കറക്കാൻ മിടുക്കനാണ്. വലിയ വൈറ്റ് ടൂത്ത് പേസ്റ്റ് നൽകുന്ന സ്നേഹ സമ്മാനം. താങ്ക് യു. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്ന നിമിഷത്തിൽ പവിഴ കുക്കോ സ്മാർട്ട് കറി പൗഡർ പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു ചിരി ബമ്പർ സീസൺ 2 നമുക്ക് ഇനി ഒരു ചെറിയ അയ്യോ സോറി. പിഷു ചിരിച്ചില്ല അല്ലേ? പേര് പോലെ തന്നെ മൊത്തം പിശുക്ക. എന്റെ വീട്ടിൽ കിടക്കണം തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിക്കാം. പക്ഷേ ഒരു കുതിര വേണം. എല്ലാരും പെണ്ണ് പറഞ്ഞല്ലോ പറയാ. എനിക്ക് വല്ലാത്ത പൂതിയാട്ടോ. എന്റെ ദൈവമേ, കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിക്കുന്ന പറഞ്ഞാൽ അവസ്ഥയായിപ്പോ. വല്ലപ്പോഴും ഒരു മരണം, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ, അല്ലെങ്കിൽ ഒരു കേറി താമസം, ഇതിന്റെ പേരും പറഞ്ഞു 2 പടുതയും 5-6 കസാരയും കൊണ്ടിരുന്ന ഒരു പന്തല് പണിക്കാരനാണ് ഞാൻ. ഇച്ചിരി ലാഭം കിട്ടുമല്ലോ എന്നോർത്തൊരു വർക്ക് കയറി പിടിച്ച 4.5 ലക്ഷം രൂപയുടെ വർക്കും ഇല്ല, ഒന്നുമില്ല. ഒരുത്തനൊന്നും അറിയാതെ പോലെ കിടക്കുന്നു. കൃഷ്ണത്തെ, എടാ വിഷ്ണുത്തെ, വിഷ്ണു നീ കളിക്കരുത്, സമയം പൊക്കോണ്ടിരിക്കുക. വിഷ്ണു
ഞാൻ തകർന്നു കിടക്കും അച്ഛാ. പിന്നെ തകർന്നു കിടക്കാൻ നീ എന്നെ മരട് ഫ്ലാറ്റോ എല്ലാം മാറി കൊടുത്തിട്ട് എഴുതാനോട്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ് അച്ഛാ. നീ മനഃപൂർവ്വം ചെയ്താണെന്നോ? ആദ്യം നിന്റെ അഹങ്കാരം നിർത്തണം. നിന്റെ അഹങ്കാരം ഞാൻ എന്ത് ചെയ്ത്? എന്തൊക്കെ ബഹളമായിരുന്നു നീ ഇവിടെ കിടന്നുണ്ട്. ഇന്ന് വരെ എന്റെ പഞ്ചായത്ത് കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ല. കല്യാണമായിരിക്കണം, സുരേഷ് ഗോപിയുടെ കല്യാണം, മകളുടെ കല്യാണത്തിനേക്കാളും മേളിൽ നിൽക്കണം. എന്റെ പൊന്നു കുഞ്ഞാ, നീ ആ ഗുരുവായൂരമ്പലം സെറ്റ് ഇടാൻ പറയാതിരുന്ന നന്നായി. അല്ലെ ഞാൻ ചത്തുപോകുള്ളായിരുന്നു. അവസാനം എല്ലായി പെണ്ണു വല്ലവന്റെയും കൂടെ ഇറങ്ങി അങ്ങ് പോകും. അത് കേട്ടിട്ട് ചിരിക്കുന്ന നിന്റെ മനസ്സുണ്ടല്ലോടാ. ചിരിച്ചതല്ല, പിന്നെ ഞാൻ കരഞ്ഞതാ. കരഞ്ഞതാ. എന്റെ അവസ്ഥയാണ്. എന്റെ ഐഡിയ പൊളിഞ്ഞ എന്താണെന്നറിയാം? ഈ കല്യാണത്തിന് കുറെ കവർ കിട്ടുമല്ലോ, ആ കവറെല്ലാം കൂടെ അച്ഛൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലായിരുന്നു. പിന്നെ കല്യാണത്തിന് ബാക്കി വരുന്ന കവർ എടുക്കാൻ വരാം ഞാൻ വേസ്റ്റുകാരൻ അണ്ണാച്ചിയോ? അതല്ലെന്ന്. പിന്നെ അവളെന്ത് എടീ, നീ എവിടെ പോയാലും നീ കോണം പിടിക്കത്തില്ലേ? എവിടെ പോയാലും നീ കോണം പിടിക്കത്തില്ല. 25 പവന്റെ സ്വർണ്ണാഭരണവും 50 ലക്ഷം രൂപയായിട്ട് അവള് പോയേക്കുന്നത്. പോലീസുകാരും നാട്ടുകാരും വളഞ്ഞിട്ട് അവളെ പിടിക്കും. പിന്നെ നാട്ടിൽ പുലി ഇറങ്ങിയേക്കല്ല വളഞ്ഞിട്ട് പിടിക്കാൻ വേണ്ടിട്ട്. നിന്റെ ഉടായ്പ പരിപാടി എന്നെ നടക്കുകയില്ല. എന്റെ പണിക്കാർക്ക് എനിക്ക് പൈസ കൊടുക്കാനുള്ള 4 ലക്ഷം രൂപ വെച്ചിട്ട് നീ ഇവിടെ ഇറങ്ങിയാൽ മതി. ഇനി നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് വയ്യച്ച, ഞാൻ തൂങ്ങിച്ചാവോ. നീ എവിടെ കയറി തൂങ്ങും? അച്ഛന്റെ പന്തൽ തന്നെ ഞാൻ തൂങ്ങും. എടാ നാറി ഇനി വന്നേ. ഇല്ലില്ല, അരിയും തിന്ന് ആശാരിച്ചാൻ കടിച്ചിട്ട് പട്ടിക്ക് പിന്നെ മുറുക്കോ? മുറുക്കല്ല, മുറുമുറുപ്പ്. നീ തിരുത്താൻ നിത്തല്ലേ? എന്റെ പട്ടി മുറുക്കും തിന്ന് മുറുക്കാനും തിന്നും. തൂങ്ങിച്ചാകാൻ വേണ്ടി ഇറങ്ങി വന്നാടാ. ടെൻഷൻ അടിക്കാതെ ഇനി വന്നേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇച്ചിരി പൈസ കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്. എന്റെ കൊച്ചു എന്റെ കൂടെ ഒന്ന് നിൽക്കാം. ഞാൻ പറയുന്നത് നീ ആദ്യം മനസ്സിലാക്കി. പണിക്കാർക്ക് എനിക്ക് പൈസ കൊടുക്കണം. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിനക്കൊരു ജീവിതവും കിട്ടും, എനിക്ക് എന്റെ പൈസയും കിട്ടും. ഇപ്പൊ എന്താ പ്രശ്നം? നമ്മുടെ ചായക്കട ഇറത്തുന്ന ഏലിക്കുട്ടി അമ്മച്ചിയില്ലേ? തള്ളയുടെ പ്രായമുണ്ട്, കെട്ടാൻ പറയല്ലേ? പിന്നെ എടാ അവരുടെ മകളുണ്ട്, നല്ല മിടുക്കി ഒരു പെണ്ണ. നീ ഇതേ അവളെ കെട്ടിയ നിനക്ക് സുന്ദരമായിട്ട് നിനക്ക് ജീവിക്കാം. അവിടെ പേരെന്തോ? അവിടെ പേര് എന്നാ? അവിടെ പേരെന്തായിരുന്നു? മേഴ്സി. അത് വേണ്ട, അവള് മിടുക്കിയാണ്. ശരിയാകത്തില്ല. എന്നെ ശരിയാവത്തന്നെ. മേഴ്സിക്ക് എന്നാ കുഴപ്പം? അവിടെ പേര് മേഴ്സി എന്നാണെങ്കിലും നാട്ടുകാർ പറയുന്നത് ടാക്സി എന്നാ. ഓ എന്ത് ചെയ്യുമെന്ന് പറയാം. അതുമല്ല, എന്നെക്കാട്ട് 12 വയസ്സിന് മൂപ്പ ഞാൻ എങ്ങനെ കെട്ടുവോളെ? എടാ അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് പ്രശ്നമുള്ള കാര്യമല്ല കൊച്ചേ. എന്നെ പ്രായത്തിലേക്ക് ഇപ്പൊ എന്നായിരിക്കുന്നത്? നിനക്ക് ഭാര്യയുടെ സ്ഥാനത്ത് ഒരു ഭാര്യയാവും, ഒരു ചേട്ടത്തി അമ്മയുടെ ഭാഗത്ത് ഒരു ചേട്ടത്തി അമ്മയാവും. അപ്പൊ ഞാൻ കല്യാണം കഴിച്ച അവരെന്തോ വിളിക്കും? എടി ചേട്ടത്തി എന്ന് വിളിക്കണം. എടി എന്നുള്ള സാധനം ഭാര്യക്കിട്ടും കൊള്ളും, ചേട്ടത്തി എന്നുള്ള ചേട്ടത്തി അമ്മക്കിട്ടും കൊള്ളും. അതൊന്നും ശരിയാകത്തില്ല. എടി നീ കുണം പിടിക്കത്തില്ല, നീ കുണം പിടിക്കത്തില്ല. അച്ഛാ, ഇവിടെ ഞാൻ 3 വർഷം നെഞ്ചത്തോട് ചേർത്ത് വെച്ചാ സ്നേഹിച്ചു. ഞാൻ കണ്ടു വെച്ചാ അവിടെ പേര് പച്ച കുത്തിയേക്കുന്നത്. ഇതിന് മേലല്ല ഒരുപാട്. അവിടെ ആങ്ങളെ കുത്തിയതാ. അത് നോക്കണ്ട, കണ്ടോ? ഞാൻ ഈ പേര് ഇനി ഞാൻ വേറൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ നെഞ്ച് ഏത് പെണ്ണിനെ ഞാൻ കാണിക്ക വെച്ചാ ഈ ക്രിസ്ത്യാനോ എഴുതി വെച്ചേക്കുന്നത് മരണം വരെ ഇത് കാണുമെന്ന് അവര് പറഞ്ഞു. ഒരു പേനക്കെങ്കിലും 2 രോമം വരച്ചിടാൻ മേലെടുത്തു. അതിനകത്ത് റിഫ്ലക്ഷൻ അടിക്കുന്നു. നീ ടെൻഷൻ അടിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യാം, ക്രിസ്ത്യാനോ എന്നുള്ളതിന്റെ തൊട്ടപ്പുറത്ത് റൊണാൾഡോ എന്നൊക്കെ എഴുതാം. റൊണാൾഡോ എന്ന് എഴുതുമ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ വേൾഡ് കപ്പ് കണ്ടുകൊടുത്തപ്പോ വെള്ളം മൂത്തപ്പങ്ങ് അടിച്ചതാണെന്ന് പറഞ്ഞാൽ മതി. ഒരു കുഴപ്പമില്ല. അവള് കോണം പിടിക്കത്തില്ല. കോണം പിടിക്കത്തില്ല. കോണം പിടിക്കട്ടെ. ഞാനൊരു കാര്യം ഇനി വന്ന് ടെൻഷൻ അടിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് ചോദിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ ചോദിക്കാം. എത്ര വർഷം നിങ്ങൾ പ്രേമിച്ചു? 3 വർഷം. 3 വർഷം. 3 വർഷം പ്രേമിച്ചിട്ട് എന്തെങ്കിലും ഗുണോ എല്ലാം വല്ലതും ഉണ്ടായോ? അതൊക്കെ ഞാനൊന്നും ആരോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കില്ല. പറയണ്ട. അതല്ല, എന്തായാലും അവള് തേച്ച് തെറ്റിക്കാനോ പറയാം. ഞാൻ അവളോട് കന്യാകുമാരി പോയിട്ടുണ്ട്. പണിയാരെ പ്രവർത്തിക്കുന്നു. ഞാൻ അവളോട് കന്യാകുമാരി പോയിട്ടുണ്ട്. കന്യാകുമാരി കൊണ്ടുപോയി അവളെ. എന്നിട്ട് എന്നിട്ട് ഞാൻ കടലിന്റെ തീരത്ത് നിർത്തി ഞാൻ വെള്ളം ഇങ്ങനെ അടിച്ചു കയറ്റി എല്ലാം കൂടി ദേഹത്തോട്ട്. അപ്പൊ നിന്റെ സോക്കേട് തീർന്നു? ഇല്ല. അവള് പറഞ്ഞ് ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞു. അച്ഛൻ ആയതുകൊണ്ട് അച്ഛാ വേറെ ആരോടും പറയല്ലേ? എനിക്ക് കേൾക്കണം. ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 350 രൂപയുടെ ചുരിദാർ മേടിച്ചു കൊടുത്തു. അപ്പൊ ഒരു ചോദ്യം, എവിടെ വെച്ച് മാറുമെന്ന് ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു റൂം എടുക്കാന്ന്. ഭയങ്കര ബുദ്ധിയാട്ടോ നിനക്ക്. ഇതിനകത്ത് ആൾത്താമസം ഉണ്ട്. ഇതിനകത്ത് ലക്ഷം വീട് കോളനിയോ? അല്ല. അപ്പം അവനത് റൂം എടുക്കാന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു കോലാപ്പൂരി ചെരുപ്പ് മേടിച്ചു കൊടുത്തു. അവക്ക് അത് പാത്രത്തിനകത്തല്ലേ കിട്ടുന്നത്? എന്തോന്ന്? പാനിപൂരി അല്ല, കോലാപ്പൂരി ചെരുപ്പ് ഞാൻ മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് കുളിച്ചു, ഡ്രസ്സ് മാറി, ചെരുപ്പിട്ടു. എന്നിട്ട് തലയിടാൻ 5 ക്ലിപ്പ് കൂടെ ഞാൻ മേടിച്ചു. കുഴപ്പമില്ല. എന്നിട്ട് ഇതെല്ലാം എടുത്തപ്പോ തന്നെ 6 മണി അയച്ചാ. ഈ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ക്ലിപ്പും തലയിലിട്ട് നമുക്ക് അസ്തമയം കാണാന്ന് പറഞ്ഞ് പൊട്ടി താക്കലും കൊണ്ട് അവള് പോയി. ഇവനും പുറകെ മണത്തോണ്ടിറങ്ങി പോയി കാണും അല്ലേ? എടാ ആ സമയത്ത് നീ അവിടെ 2 ക്ലിപ്പ് എടുക്കുമായിരുന്നു. അവൾ ഇന്നിപ്പോ ഇവിടെ കണ്ടേ. മനസ്സിലായോ? എപ്പോഴോണ്ട് വന്നേ. ആര് പറഞ്ഞ ക്ലിപ്പ് എടുത്തില്ലെന്ന്? ആര് പറഞ്ഞ ക്ലിപ്പ് എടുത്തില്ലെന്ന്? എടാ എനിക്കറിയാടാ, നീ അങ്ങനെ മണ്ടനല്ലെന്നുള്ള കാര്യം എനിക്കറിയാം. റിസ്ക് എടുത്ത് അവള് കുളിക്കുമ്പോഴത്തേനും അതിനകത്തൂടെ കൈയിട്ടെടുത്താ. വെറുതെ അല്ലടാ അവള് വല്ലവന്റെയും കൂടെ ഒളിച്ചോടി പോയത്. എന്റെ വിഷ്ണു, എനിക്ക് എന്റെ പൈസ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകത്തില്ല. എനിക്ക് എന്റെ പൈസ കിട്ടിയാൽ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. ഇച്ചിരി ആഡംബരമായി പോയി.
എടാ എന്തിനാണ് ഇതൊക്കെ കാണിച്ചു വെച്ച എന്തിനായിരുന്നു ആഡംബരം? നിങ്ങൾ ടീച്ചർ ചെവിക്കല്യാൻ പറിക്കും. ആന വന്ന് മാല ഇടുന്നു, ആന മാല ഇടണമെന്ന്. ആന പിണ്ടമല്ലേ ഇടുന്നത്? അപ്പൊ നിനക്ക് അറിയാമായിരുന്നു. പിന്നെ ഇത് മാല ഇടണമെന്ന് ആർക്കായിരുന്നു നിർബന്ധം? എന്റെ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു മാല ഇടണമെന്ന്. അച്ഛന്റെ കാര്യം പറ. പുള്ളി എന്തിയാ? പുള്ളിയെ കണ്ടില്ലല്ലോ ഞാൻ. അച്ഛൻ ഈ വിഷയം പറഞ്ഞ് നെഞ്ചുവേദനയായിട്ട് ആശുപത്രിയില്ല. അപ്പൊ ആന വിടണ്ട. ആനയ്ക്ക് നാളെ വർക്കുണ്ടല്ലോ. എന്തോന്ന്? അല്ല പുള്ളിയുടെ ഫോട്ടോയ്ക്ക് മാല ഇടാൻ ആനയ്ക്ക് തോന്നുന്നത് പറയരുത്. എടാ നിന്റെ അച്ഛൻ എന്നാ പരിപാടിയാണ് കാണിച്ചത്? എന്തോന്ന്? 25,000 രൂപ വാടക കൊടുക്കേണ്ട ആനയ്ക്ക് ഞാനിപ്പോ 75,000 രൂപ കൊടുക്കേണ്ട അവസ്ഥ വയ്ക്കുക. നനഞ്ഞാടം കുഴിക്കല്ലേ അച്ഛാ? നനഞ്ഞാടം കുഴിക്കല്ലേ? നനഞ്ഞാടം കുടിക്കരുത്. എത്ര രൂപ അവിടുന്ന്? നിന്റെ അച്ഛൻ ആനയ്ക്ക് വെള്ളം കൊടുത്തായിരുന്നു. അതൊരു സൽപ്രവൃത്തിയല്ലേ? നിന്റെ അച്ഛൻ കഴിച്ച പോകൃതല്ലേ? എന്തോന്ന്? എടാ ഇലക്ട്രിക് ആനയുടെ വയറ്റിലാത്ത വെള്ളം അടിച്ച് കേട്ടുകൂടാ. അതിന്റെ ഐസ് കത്തിപ്പോ നിനക്കറിയാവോ? ഇപ്പൊ ആന എവിടെ ഉണ്ട്? അതിനെ ഞാൻ ആ പുറത്തെ തൊഴുത്തി കെട്ടിയേക്കുവാ. ഇതാണോ അച്ഛാ പറയുന്നത് ആന മെലിഞ്ഞ തൊഴുത്തി കെട്ടുമെന്ന്? ഈ സിറ്റുവേഷനിൽ നീ ഓർത്തു വെച്ച കൗണ്ടർ അടിച്ച നിനക്ക് എന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അല്ല നിന്നെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അല്ല അച്ഛൻ അതൊന്നും പറയണ്ട. ലിസ്റ്റിലില്ലാത്ത കുറെ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നല്ലോ. ലിസ്റ്റിലില്ലാത്ത എന്നാ കാര്യം അവിടെ കൊണ്ടുവന്നു? ഞാൻ സെലിബ്രിറ്റികളെ വേണം ഞാൻ പറഞ്ഞു. ഈ ബാബ സുരേഷിനെ വിളിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? നിന്റെ പൊൻകുന്തത്തോടെ അപ്പച്ചിയാ പറഞ്ഞത് അതിഥികളെ സ്വീകരിക്കാൻ ഇവിടെ ആള് വേണമെന്ന്. എന്റെ അച്ഛൻ നിങ്ങൾ ഇത്ര മണ്ടനാണോ അച്ഛാ? എടാ ബാബ സുരേഷിന്റെ അതിഥികൾ എന്ന് പറഞ്ഞാൽ പാമ്പാണ്. പിന്നെ ഇന്നലെ വൈകിട്ട് ഇവിടെ മാടപ്രാക്കൾ കിടന്ന് പറക്കുമല്ലായിരുന്നു. ഒറ്റൊരിടത്തിന് തലയ്ക്ക് വെളിവില്ലായിരുന്നു. അറിയാമോ നിനക്ക്? അതായിക്കോട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. പൈസ കുറയ്ക്കണം അച്ഛൻ. ഞാൻ പൈസയൊക്കെ തരാം. എന്നാ? പക്ഷെ ആ എൻട്രൻസിന്റെ അവിടെ 2 നീളമുള്ള 8 അടി പൊക്കത്തിൽ 2 ജിറാഫിനെ ഫ്രൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കി തരാന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. വെച്ചായിരുന്നല്ലോ. ഞാൻ കണ്ടില്ലല്ലോ. പടുത്തൊലി പോലും ഞാൻ കണ്ടില്ലല്ലോ. 2 ജിറാഫിനെ ഫ്രൂട്ട്സിൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ട് ഞാൻ വെച്ചായിരുന്നല്ലോ. ഞാൻ കണ്ടില്ലല്ലോ. എങ്ങനെ കാണും? ഈ പറഞ്ഞ നിന്റെ കൂട്ടുകാരെല്ലാം വെള്ളം അടിച്ച് അതിന്റെ ചോട്ടിലിരുന്നോണ്ടാ. 2 അടിക്കും ടച്ചിങ് ഇല്ലാത്തതുകൊണ്ട് ഫ്രൂട്ട്സ് വലിച്ചു വരും. 2 അടിക്കും ഫ്രൂട്ട്സ് വലിച്ചു വരും. അവസാനം തിന്ന് ജിറാഫ് ചെല്ലുന്നോട് താണ്ട്രാ കിടക്കുന്ന ആ ജിതിൻ ബാബ എടുത്താ പൊങ്ങാത്തൊരു മീശയുമായിട്ട്. അവനാണല്ലോ മെയിൻ ഒഴിപ്പുകാരൻ. അവൻ എന്റെ കല്യാണം വീട്ടിൽ ഞാൻ അവനെ കേട്ടത്തില്ല. ഇനി വന്ന വേറൊരു കാര്യം പറയാം. ഞാൻ പൈസ തരാം. എത്ര ആയാലും ഞാൻ തരാം. അകത്തൊരു പുള്ളിക്കാരെ 2.5 ലക്ഷം രൂപ കൊടുത്താലേ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു ഒരാളവിടെ ഇരിക്കും. ഇനി ഞാൻ 2 ലക്ഷം രൂപ എവിടെ നോപ്പിക്കാനാ? ചാറ് നീയാണോ പറഞ്ഞ ബോംബെയിലുള്ള നിന്റെ ചേട്ടന്റെ പിള്ളേർക്ക് പിശാചിനെ ഇഷ്ടമാണ്? ഏത് പിള്ളേർക്ക് ഏത് പിശാചിനെയാണ്? എടാ രമേശ് പിശാചിനെ വേണോന്ന് പറഞ്ഞോ കല്യാണത്തിന്? രമേശ് പിഷാരടി ഡി ആണെങ്കിലും ബി ആണെങ്കിലും പുള്ളി കണ്ട അകത്ത് വന്നിരിപ്പുണ്ട്. 2.5 ലക്ഷം രൂപ ഇല്ലാതെ ഇറങ്ങില്ലെന്നാ പറയുന്നത്. അതിനെ പറഞ്ഞു പുള്ളിയോട് പറ. ഞാൻ ഗൂഗിൾ പേ ചെയ്തെന്നൊക്കെ വിട്ടോളാൻ പറ. പിന്നെ GST നിന്റെ അണ്ട ഒന്നും കൊണ്ട് പോകും. അല്ല അപ്പൊ പുള്ളിയോട് പോകാൻ എന്റെ സുഹൃത്തെ എനിക്ക് പറ്റുമല്ല. പുള്ളിയുടെ കയ്യും കാലും പിടിക്കാതിരിക്കും. നീ വേണത്തെന്ന് പറ. നിന്നെ കിട്ടിയ വാരി കൊല്ലുന്ന് പറഞ്ഞു. മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കാൻ എനിക്കറിയത്തില്ല. കൊല്ലു ആളെ കൂട്ടി വന്ന് തല്ലു. ഇയാള് ആളെ കൂട്ടി വന്ന് തല്ലു. പുള്ളിയോ? നിന്നെ കൊല്ലാൻ വേണ്ടി പുള്ളിക്ക് ആളെ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കത്തി വെക്കും പുള്ളി എന്റെ മേത്തോ? എന്റെ മേത്തോ? നിന്റെ മേത്തല്ല. പിന്നെ നാക്കുകൊണ്ട് കത്തി അടിക്കും. ഇങ്ങനെ കത്തി അടിച്ച് കഥ പറഞ്ഞ് നിന്നെ കൊല്ലും. ഞാൻ കണ്ടതാ പുള്ളിയുടെ ഡ്രൈവർ 27 കിലോ പനി ചെവിക്കകത്ത് അടിച്ചു പോയിട്ട് വണ്ടി ഓടിച്ചിട്ടാക്കുന്നത്. എന്തൊരു മനസ്സിലാണെന്നറിയോ പുള്ളി? ഒരു കാര്യം ചെയ്യും. എന്റെ ആധാരം എടുത്തു കൊടുത്ത് പുള്ളിയെ പാക്ക് ചെയ്ത് വിട്ടേര്. പുള്ളിയെ പാക്ക് ചെയ്ത് വിട്ടേര്. ആരാണ്? ഹലോ കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചോ? ഒരു മിനിറ്റ്. അപ്പൊ അവനോട് ചെല്ല്. ഹലോ പുഷ്പാൻ ചേട്ടാ, സാധനം തന്നെ പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 2 പേരാണ്ട ATM കൗണ്ടർ അങ്ങോട്ട് പോക്കോ. പൈസ ഇട്ടേക്കാം. ഒരു ഓട്ടോ കയറി ആ 2 സൈഡും മറയിട്ടെ. ഒറ്റ കുഞ്ഞുങ്ങളെ കാണുന്നത് എനിക്ക് നാണക്കേടാ. കുഴപ്പമില്ല. ഓട്ടോ അതേണ്ട പൈസ റെഡിയാ. നിങ്ങൾ ടെൻഷൻ അടിക്കണം. 4.5 ലക്ഷം രൂപ ഞാൻ ഇപ്പം കിട്ടു തരും. എന്നിട്ട് നേരെ എന്റെ അടുത്ത് കൊണ്ടുവരണം. ഫസ്റ്റ് അടി ഞാൻ അടിക്കും. ഫസ്റ്റ് അടി. ഇതൊക്കെയാണ് നിന്റെ എടുത്ത് ചേട്ടാ. അത് നീ നിർത്ത്. എടാ ഇതൊക്കെ ഇവിടെ ഒരു നാട്ടുകാരെ അറിയിക്കുന്ന കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വരുന്നു, ഒരക്ഷരം മിണ്ടരുത്. ഒരക്ഷരം മിണ്ടാതെ ഇവിടെ കയറി വരുന്നു. ആരുമായിട്ട് അതും ഇതും പറയാൻ വേണ്ടി നിൽക്കരുത്. അങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ ആ വരുന്ന വഴിക്ക് എന്റെ സ്വർണ്ണോ പൈസ എന്നാന്ന് വെച്ചാൽ 4.5 ലക്ഷം രൂപ എനിക്ക് തന്നേക്കണം. 4 ലക്ഷം രൂപയോ? പിന്നെ പെണ്ണിനെ കിട്ടിയെന്നൊക്കെ നീ വിളിച്ചു പറഞ്ഞു. പെണ്ണിനെ കിട്ടിയെന്നല്ല പറഞ്ഞേ. പിന്നെ മാമൻ അവിടെ പോയായിരുന്നു. ബിവറേജ് കണ്ടുപിടിച്ചൊരു ഫുള്ളുമായിട്ട് ഓട്ടോ കയറി വരുന്നുണ്ടെന്നാ പറഞ്ഞു. പിന്നെ പൈസ കൊടുത്തോട്ടെ. ഞാനല്ലേ ഫസ്റ്റ് അടി? ഞാനല്ലേ അടിക്കുന്നത്? എല്ലാം ചെയ്യും. ഈ കള്ള് മേടിക്കാൻ പോയ മാമനല്ല? അത് കല്ലറയുള്ള മാമൻ. കല്ലറ മാമനല്ലേ? ശവമല്ലേ കിടക്കുന്നത്? കല്ലറ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു മാമനുണ്ട്. ഞങ്ങളുടെ കഷിത്തലയാണ്. ഇങ്ങനെ നടക്കുന്ന പുള്ളിയാണോ? വന്നേ. പുള്ളിയോട് പറയണം ഇവിടെ വന്നിട്ട് എന്റെ 25,000 രൂപ എന്റെ മുന്നിൽ വെച്ചിട്ടേ പോകാം. എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. നിങ്ങൾ ഇവിടെ എല്ലാവർക്കും ബ്ലേഡിന് കൊടുക്കുന്നുണ്ടോ? ബ്ലേഡിന് കൊടുത്തല്ല. നീ ഇത് കണ്ടോ? ഇതെന്നറിയോ? എന്തോ കപ്പ ചുട്ടു വെച്ചേക്കുന്നു. കപ്പ ചുട്ടു വെച്ചതല്ല. പിന്നെ നമ്മുടെ ഈ സ്റ്റേജിനകത്ത് അലങ്കാര മത്സ്യം വേണമെന്ന് പറഞ്ഞായിരുന്നു. അതിനകത്ത് ഏറ്റവും മുഴുപ്പുള്ള മീനെ പിടിച്ച് പുള്ളി ചുട്ടു തന്നതായത്. അവന് മീനില്ലാതെ ചോറിറങ്ങത്തില്ലെന്ന പാട്ടിക്ക്. മാമനിങ് പറഞ്ഞ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹലോ നിന്റെ ഈ ഒരു ഉടായ്പ കല്യാണം കാരണം പൈസ പോയത് ബോട്ടിൽ വെക്കാം. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനോട്ട് ചെല്ലാൻ എന്നെ പിടിക്കാൻ പറ്റി പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട്. എന്തോ കാര്യം എന്തുവാ കാരണമെന്നോ? നീ ആണോടാ പറഞ്ഞ
ഇവിടെ വെൽക്കം കേൾ വേണമെന്ന് പറഞ്ഞായിരുന്നു. വെൽക്കം കേൾ വേണമെന്ന് ഞാൻ പറഞ്ഞു. ഉടങ്ങി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ 4 പെണ്ണുങ്ങളെ കെട്ടിക്കാൻ പ്രായമുള്ള 4 പെൺപിള്ളേരെ സെറ്റ് സാരി പിടിപ്പിച്ച് ഞാൻ അവിടെ കൊണ്ട് നിർത്തി. 4 പയ്യന്മാര് ഓട്ടോയിൽ വന്നിട്ട് വെൽക്കം എന്ന് പറഞ്ഞു അതിനകത്ത് കയറി അങ്ങ് പോയി. ഇപ്പൊ മാനസിക കേസിൽ എല്ലാം അകത്തെടുത്തിട്ട് വന്നു. അച്ഛൻ ക്ഷമിക്ക്. നമുക്ക് എല്ലാത്തിനും മാർഗം ഉണ്ടാകും. ഞാനൊരു കാര്യം പറയാം. എനിക്ക് എന്റെ 4 ലക്ഷം രൂപ വേണം. അതിനുള്ള മാർഗം നീ എന്നാന്ന് വെച്ചാൽ കാണിക്കും. ഇനിയിപ്പോ ഈ വീട് സ്ഥലം കൂടെ ഉള്ളു. അച്ഛൻ വേണേ അതെടുത്തു. അപ്പൊ ഇതിനകത്ത് അപ്പുറം ഒന്നുമില്ല. ഈ വീട് ഞാൻ ഇങ്ങ് എടുക്കുക. ആയിക്കോട്ടെ എടുക്കുക. പക്ഷെ ബിജുവിനോട് കൊണ്ട് ചോദിക്കണം. ഇതുകൊണ്ട് നിന്റെ അണ്ണനോട് ഞാൻ എന്തിനാ ചോദിക്കുന്നത്? നിന്റെ പേരിലുള്ള സ്ഥലത്ത് ഞാൻ എന്തിനാ ചോദിക്കുന്നത്? എന്റെ അണ്ണനല്ലെന്ന്. പിന്നെ ഇവിടുത്തെ ഹൗസ് ഓണർ ബിജുവിനോട് ചോദിക്കണമെന്ന്. അപ്പൊ ഇതാറ് വീടാ? ഇത് ഞങ്ങൾ 10-12 ലക്ഷം വാടകയ്ക്ക് താമസിക്കുന്ന വീടല്ലേ? നിന്റെ ഒരു കല്യാണം തുമ്പി